രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. വിവാഹബന്ധം 1 മാസം മാത്രമാണ് നീണ്ടുനിന്നത് എന്ന് യുവതി. ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. 4 ദിവസം മാത്രമേ ആദ്യ വിവാഹത്തിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ എന്നും യുവതി മൊഴി നൽകി. ഭർത്താവിരിക്കെ രാഹുലുമായി ബന്ധമെന്നായിരുന്നു രാഹുലിൻ്റെ ജാമ്യാപേക്ഷയിലടക്കം ഉന്നയിച്ച ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നുണ്ട്. അനു, ജാമ്യാപേക്ഷയിലടക്കം പ്രധാനമായും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ ഭർത്താവുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൂടെയാണ് ബന്ധത്തിലേക്ക് കടന്നത് എന്നാണ്. മാത്രമല്ല, വ്യാപകമായി ഉയരുന്ന ആരോപണം എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ രാഹുലിൻ്റെ ഈ സോഷ്യൽ മീഡിയ സംഘങ്ങൾ ഈ അതിജീവിതയെ കടന്നാക്രമിക്കുന്നത് വിവാഹത്തിൽ തുടരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ബന്ധം സ്ഥാപിച്ചു എന്നുമാണ്. പക്ഷേ നേരത്തെ തന്നെ ഈ അതിജീവിത കൊടുത്ത മൊഴിയിൽ ഇതിൻ്റെ വസ്തുത എന്താണെന്നുണ്ട് എന്നല്ല ഇപ്പോൾ വ്യക്തമാവുന്നത്. വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മൊഴിയാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. ഇതിനുശേഷം തിരുവനന്തപുരത്തെ ഈ പറയുന്ന തൃക്കണ്ണാപുരത്ത് അപ്പാർട്ട്മെന്റിൽ അവർ താമസം തുടങ്ങുകയും ചെയ്തു. പക്ഷേ വെറും 4 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർ പിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അങ്ങനെയുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹർഷൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ആരോപണം വന്നതിന് ശേഷം, ഈ പെൺകുട്ടി പരാതി പറഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സൈബർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ വിവാഹ മോചന അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളപ്പോഴാണ് രാഹുലുമായി ഇങ്ങനെ ബന്ധം സ്ഥാപിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഈ രാഹുലുമായി പരിചയപ്പെടുന്നത് ഈ വിവാഹം കഴിഞ്ഞ് ഇയാളുമായി അല്ലെങ്കിൽ ഇയാളുമായി പിരിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പെൺകുട്ടി പരിചയപ്പെടുകയും പിന്നെ അവർ തമ്മിലുള്ള ബന്ധം തുടരുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിമിനൽ മൈൻഡ് പ്രവർത്തിക്കുക എന്നതിന്റെ ഏറ്റവും ഉദാഹരണമായി നമുക്ക് രാഹുലിന്റെ ഇന്നലത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട്സ് വായിച്ചാൽ മനസ്സിലാകും. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചൊരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ അതിന്റെ ആദ്യ ഉത്തരവാദി ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഹർഷൻ, മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഈ പറയുന്ന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ഒന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഇതുവരെ രാഹുൽ പറയാത്ത പല കാര്യങ്ങളും രാഹുൽ ഇന്നലെ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അംഗീകരിക്കുന്നുണ്ട്. ഒന്നാമതായി, ഇതുവരെ പുറത്തു വന്ന ശബ്ദരേഖകളിൽ ഈ കേൾക്കുന്നതെല്ലാം തന്റെ തന്നെ ഓഡിയോ ആണെന്ന് രാഹുൽ സമ്മതിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നും ആ സംഭാഷണങ്ങൾ പെൺകുട്ടി റെക്കോർഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ സംസാരിച്ചത് രാഹുൽ തന്നെയാണ് എന്നുള്ള കാര്യം രാഹുൽ പറയുന്നു. രണ്ടാമതായി, ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം രാഹുൽ സമ്മതിക്കുന്നുണ്ട്. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നാണ് രാഹുൽ പറയുന്നത്. ഏതായിരുന്നാലും ഇതുവരെ രാഹുൽ അംഗീകരിക്കാത്ത ശബ്ദരേഖയും ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും രാഹുൽ സമ്മതിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ പറയുന്നത് പോലെ ഈ ഗർഭം അത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെതാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അലസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി തന്റെ സുഹൃത്തിന്റെ കയ്യിൽ ഈ പറയുന്ന ഗർഭനിരോധന മരുന്നുകൾ കൊടുത്ത് അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കൊടുത്തു വിടുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു വരും. അതും ഈ പറയുന്ന ഷെഡ്യൂൾഡ് ഡ്രഗിൽ ഉൾപ്പെട്ടതാണ്. അതായത് ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം കൊടുത്തുവിടാൻ കഴിയുക അല്ലെങ്കിൽ നൽകേണ്ടിരുന്ന ഒരു മരുന്ന് എങ്ങനെയാണ് രാഹുലിന്റെ സുഹൃത്തിനെ കൊടുത്തുവിട്ട് അത് കുട്ടിയെ കൊണ്ട് കഴിപ്പിച്ച് അത് ഈ വീഡിയോ കോൾ വഴി കാണുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ഗർഭം എന്തിനാണ് രാഹുൽ അലസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ഇവിടെ ഉയരുന്നുണ്ട്. ഹർഷൻ.
റൈറ്റ്, അതാണ് തീർച്ചയായും. ഇന്നലെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഇതുവരെ രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി ഈ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ സംഘം അല്ലാതെ ചില നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ സമ്പൂർണ്ണമായി പൊളിയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ വിലയിരുത്തിയാൽ, നേരത്തെ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉണ്ടാക്കിയ ശബ്ദമാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ശബ്ദമാണ് എന്നൊക്കെയുള്ള എല്ലാ വാദങ്ങളും ഇതോടെ അവസാനിക്കുകയല്ലേ. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ രാഹുലിനായി പങ്കെടുത്ത ചില കക്ഷികളൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഭർത്താവുമായി ബന്ധം നിലനിൽക്കെ തന്നെ തുടർന്ന ഒരു സൗഹൃദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉള്ളത് എന്നായിരുന്നു. ആ വാദങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സമ്പൂർണ്ണമായി പൊളിയുക മാത്രമല്ല, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളും ഇപ്പോൾ ഇവർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം പരസ്പരം ഒരു തരത്തിലും ബന്ധപ്പെടാത്തതും കോൺട്രഡിക്റ്ററി ആയതുമല്ലേ? റൈറ്റ്, അനു ആയിരുന്നു വിശദാംശങ്ങൾ തന്നത്.